നമസ്കാരം. പൗരത്വ നിയമ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതിൽ രാജ്യവ്യാപകമായി തന്നെ പ്രതിഷേധം ഉയരുകയാണ്. അസമിൽ ഹർത്താൽ പ്രഖ്യാപിച്ച പ്രതിഷേധക്കാർ CAA പകർപ്പുകൾ കത്തിച്ചുകൊണ്ടാണ് തെരുവിൽ അക്രമാസക്തമായ പ്രതിഷേധം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അസമിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുകയാണെങ്കിൽ അവിടേക്ക് കേന്ദ്ര സൈന്യത്തെ ഹിമന്ത സർക്കാർ കൊണ്ടുവരും എന്ന് തന്നെയാണ് അസമിൽ നിന്നുള്ള പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും രാജ്യത്ത് തന്നെ ഈ CAA വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ ഇപ്പോൾ ഏറ്റവും അധികം മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ തെരുവിലേക്ക് തന്നെ പ്രതിഷേധം പടർത്തിയിരിക്കുന്നത് അസമാണ്. CAA ചട്ടം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ് ഇന്ന് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുന്നുമുണ്ട്. അഭിഭാഷകൻ ഹാരിസ് ബീരാറാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിലവിലുള്ള കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹർജിക്കാർ മുസ്ലിം ലീഗ് തന്നെയാണ്. തമിഴ്നാട്ടിൽ CAA ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തമിഴക വെട്രി കഴകത്തിന്റെ അധ്യക്ഷനും നടനുമായ വിജയ് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഉത്തർപ്രദേശിലും പ്രതിഷേധവുമായി നിരവധി ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം പ്രതിഷേധക്കാർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അറിയിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കവെയാണ് CAA നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങൾ ഒഴികെയുള്ള 6 മതങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതിനുള്ളതാണ് ഈ ചട്ടങ്ങൾ. മത അടിസ്ഥാനത്തിൽ പൗരത്വം അനുവദിക്കുന്നതിനുള്ള പൗരത്വ നിയമ ഭേദഗതികൾ 2019 തന്നെ പാർലമെന്റ് പാസാക്കിയിരുന്നു. എന്തായാലും 2019 ഡിസംബർ 12 രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടു കൂടി തന്നെ വിജ്ഞാപനം ചെയ്തത് മുതൽ അത് പ്രാബല്യത്തിലായിട്ടുമുണ്ട്. എന്നാൽ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നില്ല. 2014 ഡിസംബർ 31 മുൻപ് ഇന്ത്യയിൽ അഭയാർത്ഥികളായി എത്തിയ മുസ്ലിങ്ങൾ ഒഴികെയുള്ള ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ജൈന, ബുദ്ധ, പാഴ്സി മതക്കാർക്കാണ് പൗരത്വം അനുവദിക്കുന്നത്. എന്തായാലും പ്രതിഷേധം വ്യാപകമാണ്. പ്രത്യേകിച്ചും അസമിലേക്ക് കൂടുതൽ സൈന്യം എത്തുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിലവിൽ എന്തായാലും ഹിമന്ത ബിശ്വ ശർമ്മ സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു പ്രഖ്യാപനങ്ങളോ അല്ലെങ്കിൽ യോഗി ആദിത്യനാഥ് സ്വീകരിച്ചതുപോലെയുള്ള നിലപാടുകളോ ഒന്നും വന്നിട്ടില്ല. വരും മണിക്കൂറുകളിൽ ഇങ്ങനെയുള്ള നീക്കങ്ങൾ ഉണ്ടാകും ഈ വിഷയത്തിൽ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.